Hi guys, I am Dr. Prasoon. We all know the news this COVID case in oxygen shortage, oxygen everything kittanilla. Hospital oxygen illa, cylinders oxygen illa, ellarum oxygen vendi nattotu odunu. പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു മെഷീൻ ഉപയോഗിച്ച് ഓക്സിജൻ ഉണ്ടാക്കാനും ആ ഓക്സിജൻ തന്നെ യൂസ് ചെയ്യാനും പറ്റിയിരുന്നെങ്കിലോ? സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീൻ്റെ പേരാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ഓക്സിജൻ കോൺസെൻട്രേറ്ററിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏകദേശം ഈ സൈസ് മാറിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ കൂളറിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു പോർട്ടബിൾ മെഷീനാണ്. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം, ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറ്റാം, നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം, അങ്ങനത്തെ ഒരു മെഷീനാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് കാര്യമായിട്ട് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഓക്സിജനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അന്തരീക്ഷത്തിലുള്ള വായു അല്ലെങ്കിൽ നോർമൽ എയറിൽ ഓക്സിജൻ്റെ അളവ് വെറും 21% ഉള്ളൂ. ബാക്കി 78% നൈട്രജനും മറ്റ് ചില ഗ്യാസസുമാണ് സാധാരണ വായുവിലുള്ളത്. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ചെയ്യുന്നത് ഈ 21% ഓക്സിജൻ്റെ അളവ് കുറച്ച് കൂട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് 90 മുതൽ 95% ഓക്സിജനാക്കി മാറ്റുക. ആ തരത്തിലുള്ള കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. കോവിഡ് പോസിറ്റീവായിട്ട് കോവിഡ് ന്യൂമോണിയ തുടങ്ങിയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് 90% കൂടുതൽ ഓക്സിജൻ്റെ ആവശ്യമുണ്ടാവും. അതാണ് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ചെയ്യുന്നത്. വായുവിൽ നിന്നും ഓക്സിജൻ്റെ അളവ് കൂട്ടി 90 മുതൽ 95% ഓക്സിജനെ അത് റിലീസ് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ തരുന്നു. ആ ഓക്സിജൻ പേഷ്യൻറ്റിന് വേണമെങ്കിൽ ഒരു മാസ്ക് വഴി അല്ലെങ്കിൽ ഒരു നേസൽ കാനുല വഴി ശ്വസിക്കാവുന്നതാണ്. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ നിങ്ങൾ ഉള്ള റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ചെയ്യുന്നത് എയറിനെ ഫിൽട്ടർ ചെയ്യും. ഇതിലുള്ള ഒരു ഫിൽട്ടർ അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഓക്സിജനെ അബ്സോർബ് ചെയ്യും, ഓക്സിജനെ ഒരു ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ബാക്കി നൈട്രജൻ വേസ്റ്റാണ്, ആ നൈട്രജനെ അത് റിലീസ് ചെയ്യും, റിമൂവ് ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്സിജൻ ഒരു ഹ്യൂമിഡിഫയറിലേക്കും അതിനുശേഷം ഒരു ഫ്ലോ മീറ്റർ, അതായത് എത്ര ഓക്സിജൻ ആണോ ഒരു മിനിറ്റിൽ ആവശ്യമുള്ളത് അത് കൺട്രോൾ ചെയ്ത് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെഷീനാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ 10 ലിറ്റർ എയർ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും 10 ലിറ്റർ പ്യുവർ ഓക്സിജൻ അല്ല നമുക്ക് കിട്ടുന്നത്, ഏകദേശം 2-3 ലിറ്റർ ഓക്സിജൻ കിട്ടും. പക്ഷേ ആ ഓക്സിജൻ വെറും 90 മുതൽ 95% മാത്രമേ ഓക്സിജൻ ഉണ്ടാവുള്ളൂ. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ കപ്പാസിറ്റിയും വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ 1 ലിറ്റർ തുടങ്ങി 10 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജൻ റിലീസ് ചെയ്യാൻ കഴിവുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് വർക്ക് ചെയ്യാൻ വെറും ഇലക്ട്രിക് പവർ മാത്രം മതി. അതായത് ഇലക്ട്രിസിറ്റിയിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് 24 hours വർക്ക് ചെയ്തോളും. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഓക്സിജന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കേണ്ടതോ വേറെ ഒരു ഇമ്പോർട്ടൻ്റെയോ ആവശ്യം ഈ മെഷീനില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കുന്നത് ഒരു വെന്റിലേറ്റഡ് റൂമിലായിരിക്കണം. അതായത് ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ടുള്ള നല്ല വായുസഞ്ചാരം ഉള്ളൊരു റൂമിലാണ് ഉപയോഗിക്കേണ്ടത്. ഒരു എയർ കണ്ടീഷൻഡ് റൂം അല്ലെങ്കിൽ അടച്ചിട്ടൊരു മുറിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇത് റിലീസ് ചെയ്യുന്നത് നൈട്രജനാണ്. ആ നൈട്രജൻ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എല്ലായിടത്തും ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും പിന്നെ ഓക്സിജൻ എങ്ങനെയാണ് ഷോർട്ടേജ് വരികയെന്ന്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 95% വരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ സിവിയർ കോവിഡ് അല്ലെങ്കിൽ അധിക പേഷ്യൻസിനും വേണ്ടി വരുന്നത് 99% പ്യുവർ ഓക്സിജൻ വേണം. അതിന് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ LMO എന്ന് പറഞ്ഞ ഓക്സിജനാണ് ആവശ്യമുള്ളത്. ഈ ഓക്സിജൻ സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അധിക ഹോസ്പിറ്റൽസിലും ലിക്വിഡ് മെഡിക്കൽ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ഇത് സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പൈപ്പ് വഴിയാണ് പേഷ്യൻ്റ് കിടക്കുന്ന റൂമിലേക്കോ അല്ലെങ്കിൽ പേഷ്യൻറ്റിലേക്കോ വരുന്നത്. ഇത് 95 അല്ല 99% പ്യുവർ ഓക്സിജൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിലിണ്ടേഴ്സാണ് LMO എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തീരുന്നതിനനുസരിച്ച് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ജനറേറ്റ് ചെയ്യുന്നത്, അതായത് ഇത് നിർമ്മിക്കുന്ന പ്ലാന്റിൽ നിന്നും സിലിണ്ടറിൽ നിറച്ചതിന് ശേഷം തീർന്ന സിലിണ്ടർ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ തീരുന്നതിനനുസരിച്ച് ഷോർട്ടേജ് എന്ന് പറയുന്നതും. പ്ലാന്റുകൾ ഇത് ഉണ്ടാക്കുന്ന പ്ലാന്റുകളിൽ നിന്നും ഓക്സിജൻ കൃത്യമായ അളവിൽ കിട്ടാത്തത് കൊണ്ടാണ്
നമുക്കിപ്പം ന്യൂസിലൊക്കെ ഓക്സിജൻ ഷോർട്ടേജ് എല്ലാ ഹോസ്പിറ്റൽസിലും നേരിടുന്നു എന്ന് പറയുന്ന ന്യൂസ് നമ്മളെല്ലാവരും കാണുന്നത്. ഇനി നിങ്ങൾക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീട്ടിൽ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു വെച്ചാൽ പോരെ, ഓക്സിജൻ്റെ ഷോർട്ടേജ് വരില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ റൂമിലും അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസിനും ഓക്സിജൻ കോൺസെൻട്രേറ്റർ മാത്രം പോരെ എന്നാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓക്സിജൻ കോൺസെൻട്രേറ്റർ മതിയാവില്ല. കാരണം എല്ലാവർക്കും 95% ഓക്സിജൻ അല്ല, അതിലും കൂടുതൽ ഓക്സിജൻ വേണ്ട പേഷ്യൻസ് കോവിഡിൽ തന്നെ വരുന്നുണ്ട്. കോവിഡിൽ തന്നെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പേഷ്യൻസിന് ന്യൂമോണിയ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലേന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇപ്പം മൈൽഡ് മുതൽ മോഡറേറ്റ് കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിന്, അതായത് അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ 85 മുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 94 ജസ്റ്റ് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീട്ടിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. പക്ഷേ അതിന് ഈ ഒരു ക്രൈറ്റീരിയ മാത്രമല്ല നോക്കുന്നത്. നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസും നിങ്ങളുടെ മറ്റ് ആരോഗ്യസ്ഥിതി അതെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ മൈൽഡ് മുതൽ മോഡറേറ്റ് കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിന് 1 മുതൽ 10 ലിറ്റർ ഓക്സിജൻ പെർ മിനിറ്റ് കിട്ടിയാൽ മതിയാവും. അങ്ങനെ അത്രയും ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് മാത്രമേ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സിവിയർ കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ചിലപ്പോൾ 10 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജൻ മതിയാവില്ല. അവർക്ക് ചിലപ്പം 20, 30, ചിലപ്പം 50 ലിറ്റേഴ്സ് 50 ലിറ്റർ പെർ മിനിറ്റ് ഒക്കെ ഓക്സിജൻ വേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മതിയാവില്ല. കാരണം ഏറ്റവും കൂടുതൽ വിലയുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ പോലും മാക്സിമം 10 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജൻ ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലും കൂടുതൽ ഓക്സിജൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ തന്നെ ഉപയോഗിക്കണം. അതിനുവേണ്ടി ചിലപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഇനി ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ വിലയിലേക്ക് വരാം. 5 മുതൽ 7 ലിറ്റർ പെർ മിനിറ്റ് ഓക്സിജൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 40 മുതൽ 45,000 45,000 വരെ ഒക്കെയാണ്. അതേസമയത്ത് 10 ലിറ്റേഴ്സ് പെർ മിനിറ്റ് ഒക്കെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഹൈ കപ്പാസിറ്റി ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ വില 90,000 മുതൽ 1 lakh rupees വരെ വരുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സെക്കൻഡ് വേവിൻ്റെ സമയത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ഡിമാൻഡ് കൂടിയതുകൊണ്ട് ഇതിൻ്റെ ബ്ലാക്ക് മാർക്കറ്റും നടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ്റെ ചെറിയ സിലിണ്ടേഴ്സും വീട്ടിൽ ഉപയോഗിക്കാം. പക്ഷേ അങ്ങനത്തെ സിലിണ്ടേഴ്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്യണം. ഇങ്ങനത്തെ ചെറിയ സിലിണ്ടേഴ്സിൻ്റെ വില വരുന്നത് 8,000 rupees മുതൽ 20,000 rupees വരെയാണ്. അത് എത്രത്തോളം ഓക്സിജൻ പെർ മിനിറ്റ് ഉപയോഗിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അത് തീരും. ആ തീരുന്നതിനനുസരിച്ച് അത് വീണ്ടും കൊണ്ടുപോയി റീഫിൽ ചെയ്യേണ്ടി വരും. ആ റീഫിൽ ചെയ്യുന്നതിനും ചെറിയ പൈസയുണ്ട്. സാധാരണ രീതിയിൽ 200 മുതൽ 500 rupees വരെയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന പേഷ്യൻസ്, അതായത് സിലിണ്ടർ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്ന പേഷ്യൻസിന് അധികം 2 സിലിണ്ടേഴ്സ് വാങ്ങിച്ചു വെക്കേണ്ടി വരും. കാരണം റീഫിൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്തും പേഷ്യൻസിന് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ റീഫിൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്തും പേഷ്യൻറ്റിന് ഓക്സിജൻ കിട്ടണമെങ്കിൽ ഒരു ബാക്കപ്പ് സിലിണ്ടർ വേണം. അങ്ങനെ 2 സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ കോസ്റ്റ് ഏകദേശം ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ അടുത്തെത്തും. നിങ്ങൾക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ വീട്ടിൽ വാങ്ങിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാരോട് ചോദിക്കുക. അതിന് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതാണ്. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.